എൻ്റെ സെമിനാർ ടോപ്പിക് എന്നുള്ളത് റോൾ ഓഫ് ക്രിസ്ത്യൻ മിഷനറീസ് ഇൻ കേരളാസ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്രിസ്ത്യൻ മിഷനറീസ് പ്ലേഡ് എ കീ റോൾ ഇൻ ദി എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് 19th century കേരള. 19ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷനറിമാരുടെ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. Introduced modern schools, printing presses and inclusive education, promoted education for women and marginalized communities, contributed to the growth of the Malayalam language through grammar books and translation, laid the foundation for literacy and modernization in Kerala. അപ്പോൾ ഒരുപാട് മോഡേൺ സ്കൂൾസും പ്രിൻറ്റിംഗ് പ്രസ്സസും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സ്ത്രീകളുടെയും അരികുവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റികളുടെ ഉന്നമനത്തിനൊക്കെ ആയിട്ട് നമ്മുടെ ക്രിസ്ത്യൻ മിഷനറീസ്മാർ ഒരുപാട് സംഭാവനകൾ അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മലയാളം ലാംഗ്വേജിനും അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാമർ ബുക്സും ഒക്കെ ട്രാൻസ്ലേഷൻസും ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മലയാള ഭാഷയ്ക്കും ഒരുപാട് സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. ഇനി ബിഫോർ മിഷനറീസ് എഡ്യൂക്കേഷൻ ത്രൂ ഗുരുകുല വിദ്യാഭ്യാസം, പാഠശാല, മദ്രസാസ്, ആശാൻ കളരി, എഡ്യൂക്കേഷൻ വാസ് കാസ്റ്റ് ബേസ്ഡ്, റെസ്ട്രിക്റ്റഡ് ടു അപ്പർ കാസ്റ്റ് മെൻ, വുമൻ ആൻഡ് ലോവർ കാസ്റ്റസ് were excluded. Subjects like science, geography and practical skills were absent. Missionaries introduced modern inclusive education using English and Malayalam. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്ന സമയത്ത് ഗുരുകുല വിദ്യാഭ്യാസത്തിലുമായാലും ഒക്കെ അപ്പർ കാസ്റ്റിലുള്ള ആളുകൾക്കായിരിക്കും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. നമുക്കറിയാം അപ്പർ കാസ്റ്റിലുള്ള എന്നാൽ അൺടച്ചബിൾസ് ആയിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്കൊന്നും വല്ലാതെ ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇനി മേജർ മിഷനറി സൊസൈറ്റീസ് ഇതിൽ ഉള്ളത് ലണ്ടൻ മിഷനറീസ് സൊസൈറ്റിയും ചർച്ച് മിഷനറി സൊസൈറ്റിയും ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റി, കത്തോലിക് മിഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് മിഷനറിമാരിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷനറീസ് എന്ന് പറയാൻ പറ്റുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി: examine the historical background of missionary activities in Kerala, analyze contribution of LMS, CMS and PEMS, understand how missionaries promoted modern and inclusive education, highlight efforts for women's education and vocational training, study the social and cultural transformation caused by missionary education. Basel Evangelical Missionary Society, BEMS, started work in Malabar 1830s. Talasheri, Kannur, Kozhikode admitted students from all castes, including Dalits, established vocational schools, weaving centers and printing presses. Rev. Herman Gundert prepared first Malayalam grammar book, dictionary 1872 and Kerala Bagari newspaper 1874. ഫസ്റ്റ് ഗേൾസ് സ്കൂൾ ബൈ ജൂലി ഗുണ്ടട്ട് 1839 ഇൻ തലശ്ശേരി. സോ ഇതിൽ നമ്മുടെ BEMS സ്റ്റാർട്ട് ചെയ്യുന്നത് മലബാറിലാണ്. നമുക്കറിയാം തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട് ഈ ഇത്തരത്തിലുള്ള മലബാർ ഏരിയകളിലാണ് BEMS ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവർ കുറച്ചും കൂടി വൊക്കേഷണൽ സ്കൂൾസും അതേപോലെ നെയ്ത്തുകളും അങ്ങനെ വൊക്കേഷണൽ സ്റ്റഡി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് മലയാളം ഗ്രാമർ ബുക്ക് ഹെർമൻ ഗുണ്ടട്ടാണ് ഉണ്ടായിരുന്നത്. അതേപോലെ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു, കേരള ബഗരിക്കാരി എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഗേൾസ് സ്കൂൾ ജൂലി ഗുണ്ടട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി LMS ലണ്ടൻ മിഷനറി സൊസൈറ്റി. റേ വില്യം ടോബിയസ് റിംഗ്ലേ Tobias started first English medium school, Mailadi, 1809, continued by Ray Charles Med and Mrs. Johanna Med, first missionary lady. Introduced co-education, women's education, vocational training and Zenana work,
home teaching for women, established Scots Christian College, commercial schools, printing press and lace industry. അപ്പം LMS വന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോ എഡ്യൂക്കേഷന് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ വുമൻസ് എഡ്യൂക്കേഷന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട്. പിന്നെ ഈ ജനന വർക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബുക്സൊക്കെ ബൈൻഡ് ചെയ്യുന്നതും അങ്ങനെ അത് പിന്നെ അതേപോലെ വുമൻസിന് ഹോം ടീച്ചിങ് അങ്ങനെയൊക്കെ കൊടുക്കുക, അതായത് വീട്ടിലിരുന്നുകൊണ്ട് സ്ത്രീകൾ പഠിപ്പിക്കുക. അപ്പോൾ അതൊക്കെ അവരാണ് കൊണ്ടുവന്നത്. എസ്റ്റാബ്ലിഷിംഗ് സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ്, കൊമേഴ്ഷ്യൽ സ്കൂൾസ്, അതേപോലെ പ്രിൻറ്റിംഗ് പ്രസ് ആൻഡ് ലേസ് ഇൻഡസ്ട്രി, ഇതൊക്കെ LMS ആണ് കൊണ്ടുവന്നത്. ഇനി CMS ക്രിസ്ത്യൻ മിഷണറി സൊസൈറ്റി began in central Travancore 1817 under Ray Thomas Norton founded CMS College, Kottayam 1817. One of the first modern college in India. CMS Press 1821. First printing press in Kerala, printed Malayalam Bible 1841. Established teacher training institutes, normal schools and girls schools, promoted English Malayalam bilingual education. ഇത് സെൻട്രൽ മധ്യ തിരുവിതാംകൂറിലാണ് ഇത് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. റേ തോമസ് നോട്ടനാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. അതേപോലെ CMS കോളേജ് കോട്ടയത്തിലുണ്ട്. ഇനി ഫസ്റ്റ് മോഡേൺ കോളേജ് ഇൻ ഇന്ത്യ, ഇതാണ് ഫസ്റ്റ് മോഡേൺ കോളേജാണ് ഇന്ത്യയിലെ. CMS പ്രസ് ഉണ്ട്. അതേപോലെ ഫസ്റ്റ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻ കേരള, പ്രിൻറ്റഡ് മലയാളം ബൈബിൾ എന്ന് എഴുതിയിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നോർമൽ സ്കൂൾസ് ആൻഡ് ഗേൾസ് സ്കൂൾസ്, പ്രൊമോട്ടഡ് ഇംഗ്ലീഷ് മലയാളം ബൈലിംഗൽ എഡ്യൂക്കേഷൻ, മലയാളം ഇംഗ്ലീഷും കൂടി മിക്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി education for marginalized groups. Missionaries broke castes and gender barriers, enrolled women, Dalits, Ewa, fisher folk and tribal communities. Examples: Mrs. Samuel Ristale, educated a Pulaya girl, 1821. Ray Thomas Norton opened school for Araya and Paraya communities, established schools for the deaf and dumb in Tiruvalla. അപ്പം ഒരു ദളിതായിട്ടുള്ള പെൺകുട്ടികൾക്കും പെൺകുട്ടിയായിട്ടുണ്ടായിരുന്ന ഒരു പുലയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അവർ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, സ്കൂളിൽ കൊണ്ടുപോയി അവരെ ചേർത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ മാർജിനൽ അരികുവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റികൾക്കും നമ്മുടെ ഈ മിഷണറീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് നൽകി എഡ്യൂക്കേഷൻ നൽകിയിട്ടുണ്ട്. ഇനി വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ ട്രെയിനിങ് ഫോക്കസ്ഡ് ഓൺ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ, പ്രിൻറ്റിംഗ്, ബുക്ക് ബൈൻഡിങ്, വീവിങ്, ടാനിങ്, ലെതർ വർക്ക്, ലേസ് മേക്കിംഗ്, എംബ്രോയ്ഡറി, സ്വീയിങ് ഫോർ വുമൻ, പ്രൊമോട്ടഡ് എക്കണോമിക് സെൽഫ് റിലയൻസ്, എസ്റ്റാബ്ലിഷ്ഡ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മാവേലിക്കര, പള്ളം. അപ്പം വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ ട്രെയിനിങ്ങും എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഫോക്കസ്ഡ് ഓൺ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ, അവരെന്ത് ചെയ്തിട്ടുണ്ട്, പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പ്രിൻറ്റിങ്ങിൽ, അതുപോലെ തന്നെ ബുക്ക് ബൈൻഡിങ്ങിൽ, നെയ്ത്തിൽ, ലെതർ വർക്ക്, ലേസിൽ മേക്കിങ്ങിൽ, എംബ്രോയ്ഡറി വർക്ക്സ്, അതേപോലെ സ്ത്രീകൾക്ക് സ്റ്റിച്ചിങ്, ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ. ഇനി പ്രൊമോട്ടഡ് എക്കണോമിക് സെൽഫ് റിലയൻസ്, നമുക്ക് സ്വന്തമായിട്ട് ഉള്ള കാര്യങ്ങളും അവരെന്ത് ചെയ്തിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മാവേലിക്കര. ഇനി ഒരു ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാവേലിക്കരയിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്. ഇമ്പാക്റ്റ് ഓഫ് മിഷണറി എഡ്യൂക്കേഷൻ, സ്പ്രെഡ് വെസ്റ്റേൺ ലിബറൽ വാല്യൂസ്,
humanism, rationality, and equality. Advanced female education and women's empowerment. Encouraged government reforms in Travancore. Laid foundation for Kerala's literacy, modernization, and social reform movements. Reduced caste and gender inequalities. Role of teachers. Teachers acted as mediators between missionaries and local communities, translated lessons into vernacular language, promoted modern, moral, and inclusive education. Lady teachers expanded women's education through Zanana teaching. Teachers became agents of social reforms. Missionaries introduced modern in conclusion. Missionaries introduced modern, inclusive, and secular education, encouraged female literacy, vocational training, and social mobility. Their work transformed Kerala into a model state of literacy and equality. Kerala's current educational achievements are rooted in these early efforts. Thank you.